ജനങ്ങൾക്ക് ബ്രെഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേക്ക് കഴിക്കാൻ പറഞ്ഞ ആ പഴയ രാജ്ഞി മേരി ആന്റോയിന്റെയാണ് ട്രംപ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയതും കൗതുകരമായ ഒരു ബിസിനസ് രാഷ്ട്രീയ വാർത്തയിലേക്കാണ് ഇനി. സാധാരണയായി മിസൈലുകളും ടാങ്കുകളും വാർത്തകളിൽ നിറയാറുള്ള സിറിയ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് ഒരു ലക്ഷറി സ്കീ റിസോർട്ടിന്റെ വാർത്തയാണ്. US പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മിഡിൽ ഈസ്റ്റ് മാസ്റ്റർ പ്ലാൻ എന്നറിയപ്പെടുന്ന ഈ പദ്ധതിയിലേക്കാണ് എല്ലാ കണ്ണുകളും. ലോക സമാധാനത്തിന് പുതിയൊരു ഫോർമുലയുമായി എത്തിയിരിക്കുകയാണ് ട്രംപ്. യുദ്ധം നിർത്താൻ സമാധാന ചർച്ചകൾ നടത്തുക, സൈന്യത്തെ പിൻവലിക്കുക, ഇതൊക്കെ പഴയ സ്റ്റൈലായി. ട്രംപിന്റെ പുതിയ ഐഡിയ കേട്ടാൽ യുദ്ധം ചെയ്യുന്നവർ പോലും തോക്ക് താഴെയിട്ട് ഒന്ന് അന്തം വിട്ടു നിൽക്കും. ലോകം ഇത്രനാളും കണ്ട മിഡിൽ ഈസ്റ്റ് സമാധാന ചർച്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ, തികച്ചും ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയാവുന്ന ഒരു ആശയവുമായി എത്തിയിരിക്കുകയാണ് ട്രംപ്. സിറിയയും ഇസ്രായേലും തമ്മിലുള്ള വർഷങ്ങളായുള്ള തർക്കം തീർക്കാൻ ട്രംപ് കണ്ടുപിടിച്ച മരുന്ന് മറ്റൊന്നുമല്ല, സിറിയൻ അതിർത്തിയിൽ ഒരു ലക്ഷറി സ്കീ റിസോർട്ട് പണിയുക. മിസൈലുകൾ പറക്കുന്ന ആകാശത്തിന് താഴെ മഞ്ഞിലൂടെ തെന്നി നീങ്ങാൻ ഒരു അടിപൊളി റിസോർട്ട്. എന്താല്ലേ? ഇസ്രായേലിനും സിറിയയ്ക്കും ഇടയിലുള്ള തർക്കഭൂമിയായ മൗണ്ട് ഹെർമനിൽ ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രം പണിതുകൊണ്ട് സമാധാനം കൊണ്ടുവരാമെന്നാണ് വൈറ്റ് ഹൗസ് കണക്കുകൂട്ടുന്നത്. ഇതിനെയാണ് മിഡിൽ ഈസ്റ്റ് ട്വിസ്റ്റ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. ബോംബ് വീണ കുഴിയായ റോഡുകളിലൂടെ നടക്കാൻ പാടുപെടുന്ന സിറിയക്കാർക്ക് ഇനി മഞ്ഞിലൂടെ വഴുതി നടക്കാമെന്ന് സാരം. ഇതിനെ മിഡിൽ ഈസ്റ്റ് ട്വിസ്റ്റ് പ്ലാൻ എന്ന് മാധ്യമങ്ങൾ വിളിക്കുന്നു. എന്താണ് ഈ സ്കീ റിസോർട്ട് പ്ലാൻ? നമുക്കൊന്ന് പരിശോധിക്കാം. കാര്യം വളരെ സിമ്പിളാണ്. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ ലോകം ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാപ്പാണ്. സിറിയയും ഇസ്രായേലും തല്ലുകൂടുന്ന മൗണ്ട് ഹെർമൻ കണ്ടപ്പോൾ ട്രംപ് ചിന്തിച്ചിട്ടുണ്ടാകാം, ഇവിടെ സൈനികർ എന്തിനാ വെറുതെ നിൽക്കുന്നത്, ഇവിടെ ഒരു 5 നില ഹോട്ടലും സ്കീയിങ് ട്രാക്കും വന്നാൽ നല്ല കാശ് കിട്ടില്ലേ എന്ന്. ഈ ഐഡിയ കേട്ട് ചിരിക്കാൻ വരട്ടെ, സംഗതി സീരിയസ് ആണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇസ്രായേലും സിറിയയും ഇപ്പോൾ പാരീസിലെ AC മുറിയിൽ ഇരുന്ന് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കയാണ് ഇതിന് കാവൽ നിൽക്കുന്നത്. ഒരു വശത്ത് അലപ്പോയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു, ജനങ്ങൾ പ്രാണനും കൊണ്ട് ഓടുന്നു. മറുവശത്ത് നമുക്ക് അവിടെ ഒരു റിസോർട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ എന്ന് പാരീസിൽ ചർച്ച നടക്കുന്നു. ഇതാണ് ലോകം. ഇസ്രായേലിനും സിറിയയ്ക്കും ഇടയിലുള്ള തന്ത്രപ്രധാനമായ ഒരു മലനിരയാണ് മൗണ്ട് ഹെർമൻ. ഇത് വെറുമൊരു മലയല്ല, അത് ഇസ്രായേലിന്റെ കണ്ണാണ് എന്ന് വേണം പറയാൻ. അവിടെ ഇരുന്നാണ് അവർ സിറിയയെ നിരീക്ഷിക്കുന്നത്. സിറിയയാണെങ്കിൽ ആ സ്ഥലം വിട്ടുകിട്ടാൻ വർഷങ്ങളായി അമേരിക്കയോട് തല്ലുപിടിക്കുന്നുമുണ്ട്. അവിടേക്കാണ് ട്രംപ് ഒരു ലക്ഷറി പാക്കേജുമായി വരുന്നത്. ഒരു കയ്യിൽ തോക്കും മറുകൈയിൽ സ്കീയിങ് സ്റ്റിക്കും പിടിച്ചു നിൽക്കുന്ന സൈനികരെ ഇനി നമുക്ക് അവിടെ കാണാം. ഇനിയിപ്പോൾ വിനോദസഞ്ചാരികൾ അവിടെ വരുമ്പോൾ ഒരു സൈഡ് വഴി മിസൈൽ പോയാലും അതൊരു എന്റർടൈൻമെന്റ് അല്ലേ എന്ന് ട്രംപ് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. പതിറ്റാണ്ടുകളായി ഈ പ്രദേശം സൈനിക നിരീക്ഷണത്തിനും ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ട്രംപ് തന്റെ ബിസിനസ് വിഷൻ നടപ്പിലാക്കാൻ പോകുന്നത്.